രചന രാജീവ് ഷാജി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. കണാരേട്ടാ, നാളെ പാലിന്റെ പൈസ തരണം കേട്ടോ. ചേച്ചി നാളെ ആശുപത്രി കൊണ്ടുപോണേ. ആ മോളെ, ഞാനില്ലേലും സരസ്വതിയുടെ കയ്യിൽ നീ കാശ് മേടിച്ചോ? ശരി കണാരേട്ടാ, വലിയ ഉപകാരം. അവൾ തന്റെ സൈക്കിൾ തിരിച്ച് അവിടുന്ന് പോയി. ഇനിയും 4-5 പാല് കൊടുക്കണം. അത് കഴിഞ്ഞ് വേണം വീട്ടിൽ പോയി ചേച്ചിക്ക് ആഹാരം കൊടുക്കാൻ. പാവം കുട്ടി, ഈ 10-22 വയസ്സിനിടയ്ക്ക് അവള് കഷ്ടപ്പെടുന്ന കണ്ട ഈശ്വരൻ പോലും സഹിക്കില്ല. ഓക്കെ, അതിന്റെ വിധി. കണാരേട്ടൻ നെടുവീർപ്പെട്ടു. എന്ത് ചെയ്യാനാ കണാരേട്ടാ, നമ്മളെ കൊണ്ടാവുന്നൊക്കെ നമ്മൾ സഹായിക്കുന്നില്ലേ? പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? കണാരേട്ടന്റെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന സുരേന്ദ്രൻ പറഞ്ഞു. അത് സുരേന്ദ്രൻ പറഞ്ഞ നേരാ. എന്നേലും അതിനൊരു നല്ല കാലം വരെ നമുക്ക് ആശിക്കാം. പൊന്നപ്പൻ പറഞ്ഞു. ഏത് നിലയിൽ എത്തേണ്ട കുട്ടിയായിരുന്നു, പഠിക്കാൻ പിടിക്കായിരുന്നില്ലേ, നമ്മുടെ നാട്ടിൽ അഭിമാനമായിരുന്നില്ലേ? എല്ലാ തലതെറിച്ചവൻ കാരണം തകർന്നു. ഇപ്പോ അതും സുഖമില്ലാത്തതിന്റെ കൂടപ്പിറപ്പും മാത്രമായി. കണാരേട്ടൻ ചായ അടിക്കുന്നതിൽ പറഞ്ഞു. സരസ്വതി, നീ വന്നോ? നാളെ കാലത്ത് നമ്മുടെ മീനാക്ഷി മോള് വരും പാലിന്റെ കാശ് മേടിക്കാനേ. പാലിന്റെ കാശും കൊടുത്തൊരു 10-5 കൂടുതലും കൊടുക്ക്. നാളെ അതിന്റെ മൂത്തതിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയുന്നു കേട്ടു. ശരി കണാരേട്ടാ. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും കണാരേട്ടാ. പാലിന് കൂടുതൽ കാശ് കൊടുക്കുന്നതിന് പുറമെ ഇങ്ങനത്തെ സഹായം കൂടി ചെയ്യുന്നില്ലേ? സുരേന്ദ്രൻ പറഞ്ഞു. ദൈവം സഹായിച്ച് നല്ല കച്ചവടമുണ്ട് സുരേന്ദ്ര. എനിക്കും സരസ്വതിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞു പോകാനുള്ള ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതൽ കൂട്ടി വെച്ചിട്ട് എന്തിനാ? പോകുമ്പൊക്കെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇങ്ങനെ ആവശ്യക്കാർക്ക് ഒരു സഹായമൊക്കെ ചെയ്ത് ആ പുണ്യെങ്കിലും കിട്ടും. കണാരേട്ടൻ പറഞ്ഞു. ഗീതേച്ചിയെ, മോള് വന്നോ? ഇതാ മോളെ ഈ മാസത്തെ പാലിന്റെ പൈസ. നന്ദി ഗീതേച്ചി. പിന്നെ നാളെ കുറച്ച് നേരത്തെ വരൂ കേട്ടോ. ചേച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകണം. അതിനെന്താ മോളെ, ഞാൻ രാത്രിയിൽ പാത്രം എടുത്ത് വെച്ചേക്കാം. ശരി ഗീതേച്ചി. ചേച്ചി കുട്ടിയെ ഭക്ഷണം കഴിച്ചാലോ? അവൾ സീതയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഭക്ഷണം നൽകാൻ തുടങ്ങി. ഈ നശിച്ച ജന്മം കാരണം എൻ്റെ കുട്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരുമല്ലേ? ഇതേ ചേച്ചി, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ എൻ്റെ ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. ആ ചേച്ചിയെ ശുശ്രൂഷിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാണോ? ഇനി ഇങ്ങനെയൊന്നും ഞാൻ കേൾക്കരുത്, കേട്ടല്ലോ? അവൾ സീതക്ക് ഭക്ഷണം കൊടുത്ത് ബാക്കി ജോലികളിലേക്ക് മുഴുകി. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാ ജോലികളും പൂർത്തിയാക്കി സീതയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഇങ്ങനെയൊരു ചക്രം പോലെ ഓരോ ദിവസവും അവളുടെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം കണാരേട്ടന്റെ ചായക്കടയിൽ പാൽ കൊടുക്കാൻ വന്നതായിരുന്നു മീനാക്ഷി. മീനുമോളെ, കണാരേട്ടന് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കണാരേട്ടാ? മോളെ, നിങ്ങളുടെ തറവാട് വീട് വെറുതെ കിടക്കുമല്ലേ? അവിടെ വാടകയോ മറ്റോ കൊടുത്താൽ മോൾക്ക് ചെറിയൊരു സഹായമാവും. ഇപ്പൊ എന്നും മോളല്ലേ അവിടെ തൂത്തും തുടച്ചും വൃത്തിയാക്കുന്നേ. ആരെയും അവിടെ വന്നാൽ അവർ ചെയ്തോളും. പിന്നെ മോളുടെ ആ ജോലി ഇവിടെ കുറഞ്ഞു കിട്ടും. അത് കണാരേട്ടാ, മോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരനെ കണ്ടു. ഒരമ്മയും മോനും. ആ കൊച്ചിന് ഇവിടെ നമ്മുടെ സ്കൂളിൽ മാഷായിട്ട് ജോലി കിട്ടി. അവരുടെ നാട് കുറച്ച് തെക്കാ. ഇവിടെ താമസിക്കാൻ പറ്റിയ വീട് വല്ലതും ഉണ്ടോ എന്ന് അവർ ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ തറവാട് വീട് ഓർമ്മയിൽ വന്നതേ. അത് കണാരേട്ടാ, ചെറുപ്പക്കാർക്കൊക്കെ വീട് കൊടുത്താ. അതിന് മോള് പേടിക്കണ്ട. ആ അമ്മയും മോനും കുഴപ്പക്കാരല്ല. മോള് നന്നായിട്ട് ആലോചിച്ച് നാളെ പറയും കേട്ടോ. ശരി കണാരേട്ടാ. അവൾ തന്റെ സൈക്കിൾ തിരിച്ച് അവിടുന്ന് പോയി. വീട്ടിൽ വന്ന് അവൾ സീതയോട് കാര്യം പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് ഈശ്വരനായിട്ട് കാണിച്ചു തന്ന വഴിയാ. മോള് കണാരേട്ടനോട് സമ്മതം പറയും. അത് വേണോ ചേച്ചി? വേണം. ചേച്ചിയുടെ ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അവൾ കണാരേട്ടനോട് വീട് കൊടുക്കാന്ന് പറഞ്ഞു. നാളെ തന്നെ അവരെ വീട് കാണിക്കാന്ന് കണാരേട്ടൻ പറഞ്ഞു. മോളെ മീനു. വരുവാ കണാരേട്ടാ. മോളെ, അവരെ ഞാൻ തറവാടിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. മോളെ താക്കോൽ എടുത്തിട്ട് വാ. ഇപ്പൊ വരാൻ കണാരേട്ടാ. അവൾ താക്കോലുമായി കണാരേട്ടന്റെ പിന്നാലെ പോയി. അവൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്ട് വീട്. ശാരദാമേ, ദേ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. അമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും തിരികെ ഒരു പുഞ്ചിരി നൽകി. എന്താ മോളുടെ പേര്? മീനാക്ഷി. അപ്പോഴാണ് അവിടെ മകൻ ചുറ്റിയടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്ന്. മീനുവിനെ കണ്ടതും ആ ചെറുപ്പക്കാരൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. അതറിഞ്ഞവൾ നോട്ടം മാറ്റി കണാരേട്ടന് നേരെ തിരിഞ്ഞു. കാര്യങ്ങളൊക്കെ കണാരേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും കണാരേട്ടൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എനിക്ക് പശുവിനെ കുളിപ്പിക്കണം. പാലർക്ക നേരായി. എന്നാ മോള് ചെല്ല്, കണാരേട്ടൊക്കെ ശരിയാക്കാം. നല്ല ഐശ്വര്യമുള്ള കുട്ടി അല്ലേ കണാരാ? അത് പിന്നെ പറയേണ്ടതുണ്ടോ? ഈ നാടിന്റെ ഐശ്വര്യം തന്നെയാ മീനുമോള്. അവളുടെ സൈക്കിളിന്റെ ശബ്ദം കേട്ടാ പലരുടെയും നേരം പുലരുന്ന്. പക്ഷെ ഐശ്വര്യം മാത്രം ഉണ്ടായ പോരല്ലോ, അതനുഭവിക്കാനുള്ള വിധി കൂടി വേണ്ടേ? അതെന്താ കണാരാ അങ്ങനെ പറഞ്ഞേ? ഒന്നും പറയണെന്റെ ശാരദാമേ, 10-15 വയസ്സ് വരെ നല്ല ചെല്ലം പോലെ കഴിഞ്ഞിരുന്ന കുട്ടിയാ അത്. അതിന്റെ അച്ഛനൊരു കൃഷിക്കാരനായിരുന്നേ. നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം പോറ്റുന്നയാള്. അമ്മയാണെങ്കിൽ 5-6 കാലികളൊക്കെ പരിപാലിച്ച് അല്ലില്ലാതെ കഴിഞ്ഞുപോയ കുടുംബം അത്. ഇതിന്റെ മൂത്തതൊരു പെൺകുട്ടിയുണ്ട്, സീത. രണ്ടുപേരും പഠിക്കാൻ മിടുക്കികളായിരുന്നു. 2 മക്കൾക്ക് അവരൊരു കുറവും വരുത്തിയിരുന്നില്ല. അങ്ങനെ ഇരിക്കാൻ മൂത്ത കൊച്ചിനെ ടൗണിലെ കോളേജിൽ പഠിക്കാൻ അയച്ചു.
അത് അവിടുത്തെ ഒരു നസ്രാണി ചെക്കനുമായിട്ട് ലോഹിത്തിലായി. കുറേ നാൾ കഴിഞ്ഞാ ഇതുങ്ങളതറിഞ്ഞത്. പേര് കേട്ട തറവാടിൻ്റെ മാനങ്ങളരുതെന്ന് ആ കൊച്ചിനോട് പറഞ്ഞതാ. അത് കേട്ടില്ല. ഒടുവിൽ മക്കളെ ജീവനായ അച്ഛനും അമ്മയും ആ ചെക്കൻ്റെ വീട്ടുകാരെ കാണാൻ പോയി. ഇവരുടെ കോടിക്കണക്കിന് വിലമതിക്കുന്ന തറവാടിനെ കുറിച്ച് അറിഞ്ഞ പയ്യൻ്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ ആ ചെക്കനും പെങ്കൊച്ചും ഇവിടെ താമസം തുടങ്ങി. ഓരോ ദിവസവും ബിസിനസ് എന്ന് പറഞ്ഞ് അതുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ തുടങ്ങി. മോളുടെ ജീവിതം തകരാതിരിക്കാൻ ആ പാവങ്ങൾ അവൻ ചോദിക്കുന്ന കാശൊക്കെ കൊടുത്തു. ഒടുക്കാ കുരുത്തം കെട്ടവൻ സ്വന്തം കൂടപ്പിറപ്പായിട്ട് കാണേണ്ട മീനുമോളെ ഉപദ്രവിക്കാൻ നോക്കി. പുറത്ത് വിറകേറിയായിരുന്ന അത് കണ്ടെന്ന് അവളുടെ അമ്മ സഹിക്കാൻ പറ്റാതെ കയ്യിലിരുന്ന വെട്ടുകത്തിയുണ്ട് അവൻ്റെ പുറത്ത് വെട്ടി. വേദന കൊണ്ട് പൊളഞ്ഞവൻ തിരിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി ബലമായിട്ട് പിടിച്ചു വാങ്ങി അവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ തിരിച്ചു വെട്ടി. മീനുമോളുടെ നിലവിളി കേട്ടെത്തിയ അച്ഛൻ കണ്ടത് ചോരയിൽ കുളിച്ചടക്കുന്ന ഭാര്യയെ. ഏത് ഭർത്താവിനാ സഹിക്കാൻ പറ്റുന്നത്? അവൻ്റെ നേർക്കെടുത്ത അയാളെയും ഒരു ദയയുമില്ലാതെ അവൻ വെട്ടി വീഴ്ത്തി. ശബ്ദം കേട്ട് പുറത്തുനിന്ന് കയറി വന്ന സീതമോള് മുന്നിലെ കാഴ്ച കാണാനാവാതെ അന്ന് വീണതാ. പിന്നെ എഴുന്നേറ്റിട്ടില്ല. കൈയും കാലും തളർന്ന് കട്ടിൽ തന്നെയായിരുന്നു കുറേ നാള്. പിന്നെ മീനുമോള് കഷ്ടപ്പെട്ട് ചികിത്സിച്ച് ഇപ്പം എഴുന്നേറ്റിരിക്കും. നടക്കാൻ ആരുടെയെങ്കിലും സഹായം വേണം. അവനെ ഒന്ന് പോലീസ് കൊണ്ടുപോയി. പക്ഷേ പണത്തിൻ്റെ പുറത്ത് പരുന്നും പറക്കില്ലല്ലോ. അവൻ്റെ വീട്ടുകാരവനെ പുഷ്പം പോലെ ഇറക്കിയതോ നാട്ടിലേക്ക് കൊണ്ടുപോയി. അത്രയും ദിവസത്തിനിടയിൽ ആ ദുഷ്ടം കിട്ടാവുന്നിടത്തോളം ഇവരുടെ കയ്യിൽ നിന്നും ചോർത്തി. പാവം ഇപ്പം കൂടപ്പറപ്പിൻ്റെ ചികിത്സക്കായി കാലികളെ നോക്കി നാട്ടിൽ പാൽ കൊടുത്തൊക്കെ കഷ്ടപ്പെടുക കുട്ടി. 10ാം ക്ലാസ്സിൽ മുഴുവൻ മാർക്കും വാങ്ങി ഈ നാടിൻ്റെ അഭിമാനമായതാ മീനുമോള്. പക്ഷേ ആ സന്തോഷം 2 ദിവസത്തിൽ കൂടുതൽ നീണ്ടുന്നില്ല. ഒക്കെ നശിപ്പിച്ചില്ലേ കാരമാടൻ. ഓ പാവം, ഈ ചെറുപ്രായത്തിൽ ഇത്രയും സഹിച്ചു എന്ന് കേട്ടപ്പോ എന്തോ ആ മോളോട് ഇഷ്ടം കൂടുക കാണാരാ. പിന്നെന്താ തറവാട്ടിൽ അവർ താമസിക്കാത്ത? ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. ഇവിടെ അവർ അലോസരപ്പെടുന്ന ഓർമ്മകളുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഒരു ബന്ധുവിൻ്റെ പൂട്ടിയിട്ട വീട്ടിലേക്ക് അവർ മാറി. ഇവിടെ ആരും ഇല്ലേ? അല്ല, ഇതാരും മീനുമോളോ? കയറി വാ മോളെ, ശാരദാമ്മ പറഞ്ഞു. ഇല്ല, ഇനി കുറേ സ്ഥലത്ത് പാല് കൊടുക്കാനുണ്ട്. കണാരേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് മുതൽ പാല് വേണമെന്ന്. ആ, ഞാൻ ആ കണാരനോട് പറഞ്ഞു. പിന്നെ ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് മോളുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതി. മോളെ എന്താവശ്യമുണ്ടെങ്കിലും ശാരദാമ്മയോട് പറയണം കേട്ടോ. സ്വന്തം അമ്മയായിട്ട് കണ്ടാൽ മതി. മോള് വാ, കാപ്പി കഴിച്ചു പോവാ. വേണ്ട, ഞാൻ ചേച്ചി കൊടുത്തിട്ടേ കഴിക്കും. എന്നാ പോയിക്കോട്ടെ. എന്താമ്മേ പാൽക്കാരി തന്നെ നോക്കിക്കുന്നേ? ഒന്ന് പോടാ അവിടുന്ന്. ആ കൊച്ചിനെ അങ്ങനെ വിളിക്കരുത്, അടി മേടിക്കുന്നീ. ഓഹോ, ഒറ്റ ദിവസം കൊണ്ട് അവളെങ്ങ് ബോധിച്ചെന്ന് തോന്നില്ല ശാരദാമ്മയ്ക്ക്. നീ പറഞ്ഞ ശരിയാ മോനെ, എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടമായി. എന്നാ കൂട്ടിക്കോ ഇങ്ങോട്ട്. അങ്ങനെ അങ്ങ് കൂട്ടാൻ പറ്റുവാടാ, അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ. മാത്രമല്ല എനിക്ക് മാത്രം ഇഷ്ടമായ പോരല്ലോ, എൻ്റെ പുത്രന് കൂടി ഇഷ്ടാവണ്ടേ. എന്നാലേ പുത്രനെ ഇഷ്ടമായി കേട്ടോ. സത്യമാണ് മോനെ നീ പറയുന്നേ? ഞാനെന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? അവളെ കണ്ടപ്പോഴേ എന്തോ ഒരു പ്രത്യേകത തോന്നിയതാ. അവളുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എന്തോ അവൾക്ക് ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കണം തോന്നി. അവളുടെ സ്വപ്നങ്ങളൊക്കെ അവൾക്ക് നേടിക്കൊടുക്കണം തോന്നി. നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നതിൽ എനിക്കിപ്പോൾ അഭിമാനം തോന്നുക മോനെ. നമുക്ക് ഇന്ന് തന്നെ അവളുടെ ചേച്ചിയെ കാണണം. ആ, ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് പോവാമേ. ശരി മോനെ, എന്നാ നീ പോയി റെഡിയായി വാ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. വൈകുന്നേരം അവർ മീനുവിൻ്റെ വീട്ടിൽ പോയി. മോളെ, ആ അകത്തേക്ക് വരൂ. ഉമ്മറത്തേക്ക് വന്ന മീനു ശാരദാമ്മയും മഹിയെ അകത്തേക്ക് ക്ഷണിച്ചു. അവരകത്ത് കയറി. തിരക്കായിരുന്ന മോളെ? ഏയ് ഇല്ല, ഇരിക്കൂ. ഇരിക്കാം. അതിനു മുമ്പ് സീത മോളെ ഒന്ന് കാണണം. ആ ചേച്ചി അകത്താ, വരൂ. ആൾ അവരെ കൂടി സീത കിടക്കുന്ന മുറിയിലേക്ക് പോയി. ചേച്ചി, ഇതാ തറവാട്ടിലെ താമസക്കാരി. ആ വന്നതറിഞ്ഞു, ഇരിക്കും. ഞാൻ ചായ എടുക്കാം. അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ മീനുവിനെ ശാരദാമ്മ തടഞ്ഞു. വേണ്ട മോളെ, ചായയൊക്കെ പിന്നീടാവാം. ഞങ്ങൾ അന്യരായിട്ട് കാണേണ്ട. ഇവിടുത്തെ സ്കൂളിലെ മാഷാണല്ലേ? അതെ. എന്താ പേര്? മഹി. എന്തായാലും ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ലേ, ഞാൻ ചായ എടുക്കാം. മീനു അടുക്കളയിലേക്ക് പോയി. പാവം, കളിച്ചിറക്കേണ്ട പ്രായത്തിൽ എന്നെ നോക്കി ജീവിതം നശിപ്പിക്കുക എൻ്റെ കുട്ടി. മീനുവിനെ നോക്കി സീത പറഞ്ഞു. മോള് പഠിക്കാൻ മിടിക്കായിരുന്നു എന്ന് കണാരൻ പറഞ്ഞു. അതെ, സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു. ആ നശിച്ചവൻ കാരണം. അല്ല, ഒക്കെ എൻ്റെ തെറ്റാ. ഞാൻ അവനെ മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ച്. ഇല്ലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ടായേനെ. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ഏയ് എന്താ മോളെ ഇത്? കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കേ. ഈ കിടക്കുന്ന ഞാൻ എന്താ ചെയ്യാം? മോളെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടു. നമുക്ക് മീനുമോളെ പഠിപ്പിക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. സത്യമാണ് ഈ പറയുന്നത്? അതെ മോളെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം അത്. അമ്മേ, ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? പലപ്പോഴും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ ഈ നശിച്ച ജന്മം എടുത്തെങ്കിൽ എൻ്റെ കുട്ടിയെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചേനെ. പക്ഷെ ഞാൻ പോയ അവൾ തനിച്ചാവൂലെന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പം ഈശ്വരനായിട്ടാ
നിങ്ങളെ ഇങ്ങോട്ട് അയച്ച് ദൈവം നിങ്ങൾക്ക് പുണ്യം തരും. ഇതൊക്കെ ഓരോ നിയോഗങ്ങളാ മോളെ. ഒക്കെ ഈശ്വര നിശ്ചയം പോലെ നടക്കും. ചായ. ആ മോളെ, ഞങ്ങൾ സീത മോളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് മോള് സമ്മതിക്കണം കേട്ടോ. അവൾ സീതയെ നോക്കി. ആ മുഖത്ത് നിറയെ പുഞ്ചിരിയായിരുന്നു. കുറെ നാളിന് ശേഷം തന്റെ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നവൾ കാണുകയായിരുന്നു. അവര് പോയപ്പോൾ കാര്യം എന്താണെന്ന് മീനു ചോദിച്ചു. മോളെ, അവര് നിന്നെ പഠിപ്പിക്കാന്നാ പറഞ്ഞ്. വേണ്ടേച്ചി, എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഇല്ല മോളെ, എൻ്റെ കുട്ടിയുടെ ജീവിതത്തെ ഓർത്ത് ഈ ചേച്ചി വേദനിക്കാത്തൊരു ദിവസം പോലും ഇല്ല. ഈ ചേച്ചിക്ക് വേണ്ടെങ്കിലും മോളിതിനെ സമ്മതിക്കണം. ചേച്ചി, ഇനി മോളെ ഇതിലൊന്നും പറയരുത്. ഇത് ചേച്ചിയുടെ അപേക്ഷയാണ്. ചേച്ചി. അങ്ങനെ തന്നെ ചേച്ചിക്ക് വേണ്ടി മനസ്സില്ലാ മനസ്സോടെ അവൾ പഠനം തുടരാമെന്ന് സമ്മതിച്ചു. മൈ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് അവളെ പഠിപ്പിക്കുന്നത്. ആദ്യ ദിവസം തന്നെ അവന് മനസ്സിലായി പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ് അവളെന്ന്. ദാ മോളെ, ഇനി ഈ ചായ കുടിച്ചിട്ട് പഠിക്കാം. താങ്ക്സ് അമ്മേ. അമ്മേ, അമ്മയുടെ മീനുമോള് മിടിക്കുക കേട്ടോ. അത് പിന്നെ എനിക്കറിയില്ലേടാ, നിന്നേക്കാൾ മിടിക്കുക എൻ്റെ മോള്. ഓഹോ, ഇപ്പൊ ഞാൻ പുറത്തായോ? ആ, ഇപ്പൊ എൻ്റെ മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ എനിക്ക്. പെട്ടെന്ന് മീനുവിന്റെ കണ്ണ് നിറഞ്ഞു. എന്താ മോളെ, മോള് കരയാണോ? ഏയ്, പെട്ടെന്ന് ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് പോയതാ. മോളെ, എന്നെ മോളുടെ അമ്മയായിട്ട് കണ്ടാ മതി. മോളൊന്ന് വിളിക്കുക എന്നെ അമ്മയെന്ന്. അമ്മേ. അവൾ പൊട്ടിക്കരച്ചിലോടെ അവരെ കെട്ടിപ്പിടിച്ചു. അവരവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി. ഒക്കെ കണ്ടൊരു പുഞ്ചിരിയോടെ മഹിയിരുന്നു. ആ, ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി, ബാക്കി നാളെ. ശരി മാഷേ, എന്നേ പൊക്കോട്ടെ. മോളെ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വേണ്ടമ്മേ, ചേച്ചി കൊടുത്തിട്ട് ഞാൻ കഴിക്കും. ഞാൻ പൊക്കോട്ടെ. എന്നാ മോള് ചെല്ല്. ദിവസങ്ങളും മാസങ്ങളും പലതും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ്. മീനുവിനൊരു ടെൻഷൻ. നന്നായി പരീക്ഷ എഴുതാൻ പറ്റി. എന്നാലും മഹിമാഷിനെ നിരാശനാക്കേണ്ടി വരുമോ എന്ന് ചെറിയൊരു പേടി. എന്നാൽ മൈക്ക് ഒട്ടും തന്നെ ടെൻഷനില്ലായിരുന്നു. തന്റെ സ്റ്റുഡന്റ് നല്ല മാർക്ക് വാങ്ങുമെന്ന് മഹിക്ക് ഉറപ്പായിരുന്നു. അതിന് റിസൾട്ട് വന്നു. ശാരദാമയും മഹിയും കൂടി മീനുവിന്റെ വീട്ടിലെത്തി. മഹിയുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അവർ നേരെ സീതയുടെ അടുത്തേക്ക് പോയി. അവിടെ മീനുവും ഉണ്ടായിരുന്നു. മോളെ, ആ വരൂ അമ്മേ, ഇരിക്കൂ. സീത പറഞ്ഞു. ഇരിക്കാം, ആദ്യം ചേച്ചി മധുരം കഴിക്കുക. മഹി അവൾക്ക് നേരെ ബോക്സിലെ ലഡു നീട്ടി. എന്താ മഹി വിശേഷം? സീത ചോദിച്ചു. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായി ചേച്ചി. ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് ഇന്ന് +2 എക്സാമിന് മുഴുവൻ മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുക. അത് മറ്റാരുമില്ല, ചേച്ചിയുടെ അനിയത്തി തന്നെയാ. സത്യമാണ് മഹി പറയുന്നേ? അതേ മോളെ, മീനുമോള് മുഴുവൻ മാർക്കും വാങ്ങി. സന്തോഷത്താൽ സീതയുടെ കണ്ണ് നിറഞ്ഞു. മോളെ, ചേച്ചി. അവൾ സീതയെ കെട്ടിപ്പിടിച്ചു. സീത അവിടെ നെറുകയിൽ ഉമ്മ വെച്ചു. മോൾക്ക് തരാൻ ചേച്ചിയുടെ കയ്യിൽ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ചേച്ചി. ഇരുവരും കരഞ്ഞുപോയി. അതെ, ചേച്ചിയുടെ അനിയത്തിന് സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിലേ എന്റെ സ്റ്റുഡന്റ് ഒന്ന് വന്നേ. എന്താ മാഷേ? താനും കഴിക്കും മധുരം. മയൊരു ലഡു എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി. എന്നിട്ട് അവന് നേരെ കൈകൂപ്പി. ഞാൻ എങ്ങനെയാ മാഷേ നന്ദി പറയാ? ഇപ്പൊ തൽക്കാലം നന്ദിയൊക്കെ തന്റെ കയ്യിൽ വെച്ചോ. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, കുറച്ച് പണിയുണ്ട്. ശരി മാഷേ. പിറ്റേന്ന് പാലുമായി ഇറങ്ങിയ മീനു കണ്ടത് തന്റെ വലിയ ഫ്ലെക്സ് ആണ്. +2 മുഴുവൻ മാർക്കും വാങ്ങിയ ഈ നാടിന്റെ പൊന്നോമന പുത്രിക്ക് സ്വന്തം നാടിന്റെ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു അതിലെ വാചകം. അത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊന്നും കാണാൻ തന്റെ അച്ഛനും അമ്മയില്ലല്ലോ എന്ന സങ്കടം അവൾക്കുണ്ടായി. അവളെ കണ്ട എല്ലാവരും അവളെ അഭിനന്ദിച്ചു. അവൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് സീതക്ക് ഭക്ഷണം നൽകി വേഗം ശാരദാമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ, അല്ല മോളോ? വാ മോളെ, ഇതെന്താ പതിവില്ലാത്ത ഈ നേരത്ത്? അത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. മാഷുകാരനല്ലേ അത്, അതുകൊണ്ട് മാഷിനോട് നന്ദി പറയാൻ. ആ, അതിനാണ്. അവൻ മുകളിൽ മുറിയിലുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലും മോള്. മോളുടെ മുറി അവനാ ഉപയോഗിക്കുന്നേ. ശരിയമ്മേ. അവൾ നേരെ മുറിയിലേക്ക് പോയി. വാതിൽ ചാരിയിരുന്നു. അവൾ മെല്ലെ വാതിൽ തുറന്നു. മൈ കുട്ടികൾക്കുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. മാഷേ. ആ, ആരിത്? പാടോ. എന്താ പതിവില്ലാതെ ഈ നേരത്ത്? അത് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ അഭിനന്ദിക്കുക. അപ്പൊ അതിന് കാരണക്കാരെ മാഷിനെന്ന് കാണാൻ തോന്നി. ആഹാ, അത്രയേ ഉള്ളൂ. മൈ ഇരുന്നിടത്ത് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് ഒന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ. എന്താടോ, തനിക്ക് വിൽക്കണ്ടോ? അത് മാഷേ, ഞാൻ എനിക്ക് പറയടോ. ഒന്നുമില്ല, ഞാൻ വെറുതെ. അവളോടൊന്ന് പോവാനൊരുങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ തിരിഞ്ഞവനെ നോക്കി. അതെന്നാടി ഒന്നുമില്ലാത്ത? അവന്റെ ശബ്ദം നേർത്തു. അവളെ അവൻ തന്നിലേക്ക് തിരിച്ചു നിർത്തി. ഈ മാഷിന് എന്ത് ഗുരുദക്ഷിണയാ നീ തരുന്നേ? അത് മാഷിന് എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും തരുമോ? എനിക്ക് നിന്നെ തരുമോ? എന്നേക്കുമായി എൻ്റേത് മാത്രമായി തരുമോ? മാഷേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചോദിച്ച കേട്ടില്ലേ, വരുന്നോ എൻ്റെ പെണ്ണായിട്ടെന്ന്? മാഷെ ചുമ്മാ തമാശ പറയാതെ കൈവിട്ട് എനിക്ക് പോണം.
തമാശയല്ല, ഐ ആം സീരിയസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ആദ്യം കണ്ട മുതൽ എൻ്റെ ചങ്കി കയറി കൂടിയതായി മുഖം. ഇനി നിന്റെ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ വയ്യ പെണ്ണേ. നിന്റെ ഈ മുറിയിൽ നമുക്ക് ജീവിച്ചുകൂടെ, ഒരു മനസ്സും ശരീരവുമായി? മാഷൊന്ന് പോയി ചുമ്മാ. ആളോ എൻ്റെ കൈ വിടുവിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. മോളെ പൂവാണോ? ഒന്ന് നിന്നേ. ഇങ്ങോട്ടാ ഇത്രക്ക് ധൃതിയില്? ഡാ, നീ എന്താടാ കൊച്ചിനോട് പറഞ്ഞ് അതിനാ ഓടിപ്പോകുന്നേ? പടികളിറങ്ങി വരുന്ന മയ്യോട് ശാരദാമ്മ ചോദിച്ചു. വേറൊന്നും ചോദിച്ചില്ല, എൻ്റെ ഭാര്യയാവാൻ സമ്മതമാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ആ ഏട്ടാ, അതൊക്കെ ഞാൻ ശരിയാക്കില്ലായിരുന്നു. നിന്റെ ഒരു കാര്യം. അവൾ ഓടിച്ചെന്ന് സീതയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, നീ എന്തിനാ കരയുന്നു? മോളെ, അത് ചേച്ചി മായി എന്താ പറഞ്ഞ് വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? കാര്യം ഞാൻ പറയാം മോളെ. ശാരദാമ്മ കാര്യങ്ങളൊക്കെ സീതയോട് പറഞ്ഞു. അമ്മേ, നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ഞാൻ പോയ എൻ്റെ കുട്ടി തനിച്ചാവുന്ന ഞാൻ കരുതി. ഇനി എനിക്ക് സമാധാനമായിട്ട് പോവാലോ. ചേച്ചി എവിടെ പോവാം? എനിക്ക് ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. മോളെ, എന്നാലും നിനക്കൊരു കൂട്ട് വേണ്ടേ? വേണ്ട, ചേച്ചി വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. എനിക്ക് എൻ്റെ ചേച്ചി മാത്രം മതി. മോളെ, വേണ്ട ചേച്ചി, നമുക്ക് നമ്മൾ മാത്രം മതി. ഇപ്പൊ അവളോടൊന്നും സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയുകൊണ്ട് ശാരദാമ്മ അവിടുന്ന് പോയി. എന്നാ ഞാൻ പോട്ടെ മോളെ, പിന്നെ വരാം കേട്ടോ. എന്താ മോളെ ഇത്? അവർക്ക് എന്ത് കരുതി കാണും? നമ്മളെ സഹായിച്ചവരവര്, അത് മറക്കണ്ട. നമ്മൾ ചോദിച്ചിട്ടല്ലല്ലോ. ആ കട ഞാൻ എങ്ങനെയും വീട്ടിക്കോളാം. എനിക്ക് ചേച്ചി മാത്രം മതി. പിറ്റേന്ന് മീനു പാൽ കൊടുത്തു വന്ന് ഭക്ഷണമായി സീതയുടെ മുറിയിലെത്തി. ചേച്ചി, നമുക്ക് അത്രയും പറഞ്ഞതേയുള്ളൂ. പെട്ടെന്ന് പാത്രം അവിടെ കയ്യിൽ നിന്നും താഴെ വീണു. ചേച്ചി! പിന്നെ ഒരു അലർച്ചയായിരുന്നു. മരുന്നിന്റെ കവറുകൾ അവിടെ എവിടെയായി ചിതറിക്കിടക്കുന്നു. സീതയുടെ വായിൽ നിന്ന് ഒരേയും പതയും വരുന്നു. കണ്ണുകൾ മേൽപോട്ടാക്കി അനക്കമില്ലാതെ കിടക്കുന്നു. ചേച്ചി, കണ്ണുർക്ക്. ചേച്ചി കാണിച്ച് എന്നെ തനിച്ചാക്കി പോകാൻ ചേച്ചി കഴിയൂ. ചേച്ചി! അവളുടെ അലർച്ച കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന ശാരദാമ്മയ്ക്ക് മൈക്കും ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. മോളെ, വാ, എഴുന്നേൽക്ക്. അമ്മ, എന്റെ ചേച്ചി എന്നെ തനിച്ചാക്കി പോയി. ഇനി എനിക്കാരാവുള്ളു? മോള് വാ, മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ചേച്ചി! അവളാകെ തകർന്നു പോയി. അവളെ അവരോടൊപ്പം ചെല്ലാൻ പറഞ്ഞെങ്കിലും അവളതിന് തയ്യാറായില്ല. ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ശാരദാമ്മ അവളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി. മോളെ, ഇത് അന്യ വീടൊന്നല്ലല്ലോ, മോളുടെ സ്വന്തം വീടല്ലേ, പിന്നെന്താ? കുറെ ദിവസം അവൾ ഓരോ മൂലക്കിരുന്ന് കരഞ്ഞു. മോളിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ? വന്നേ, എഴുന്നേറ്റ് കുളിച്ച് വല്ലതും കഴിച്ചേ. ദേ, മോളുടെ കാലുകൾ മോളെ കാണാതെ കരയുവാട്ടോ. അയ്യോ, എൻ്റെ കാലുകള്! അവൾ തൊഴുത്തിലേക്ക് ഓടി. ശാരദാമ്മയുമായും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു ദിവസത്തിനുള്ളിൽ അവൾ പഴയ പോലെയായി. കാലുകളെ നോക്കി അവൾ മെല്ലെ വീണ് തിരക്കിലേക്ക് ചേക്കേറി. ഇതിനിടയിൽ അവളെ സഹായിക്കാനായി കാലുകളുടെ അടുത്തെത്തിയ ശാരദാമ്മ വഴുതി വീണ് കാലുളുക്കി. 2 ആഴ്ച റെസ്റ്റ് വേണമെന്ന് വൈദ്യം പറഞ്ഞു. പിന്നെ ശാരദാമ്മയെ നോക്കലും അവിടുത്തെ പണികളൊക്കെ മീനു ചെയ്യേണ്ടി വന്നു. മൈ അവളെ സഹായിക്കും. അങ്ങനെ അവർ കുറച്ചുകൂടി സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം, മോളെ, മഴ ചാറുന്നുണ്ട്, തുണി അലക്കിയിട്ടേക്കുമല്ലേ? ജനലിലൂടെ പുറത്തേക്ക് നോക്കി ശാരദാമ്മ പറഞ്ഞു. അതെ അമ്മേ, ഞാനെടുക്കാം. ആൾ വേഗം തുണികൾ എടുക്കാനായി പുറത്തേക്ക് ഓടി. മോളെ, സൂക്ഷിച്ചു പോ, തുണി നനഞ്ഞാലും വേണ്ടില്ല, വീഴല്ലേ. ഇല്ലമ്മേ പറഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. വെള്ളത്തിൽ വഴുതി അവൾ വീഴാൻ പോയി. പെട്ടെന്ന് 2 കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ താങ്ങി പിടിച്ചു. അവൾ ആരുടെയോ പുറത്തു തട്ടി നിന്നു. അമ്മയെപ്പോലെ മോളും കിടക്കാൻ പോവാണോ? നിനക്കൊന്ന് പതുക്കെ വന്നൂടെ മീനു? അത് ഞാൻ തുണികളും നനയാതെ. ഞാനിപ്പോ വന്നില്ലെങ്കിൽ ശരിക്കും നനഞ്ഞേനെ. ഒരു ശ്രദ്ധയില്ലാതെ നടക്കുക. എന്തെങ്കിലും പറ്റിയിരുന്നല്ലോ? എന്തേലും പറ്റിയാ നോക്കാൻ ഇയാളില്ലേ? അവളവനെ നോക്കി പുരികം കൂർപ്പിച്ച് മെല്ലെ തുണിയെടുക്കാനായി പോയി. അപ്പോഴും കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു മഹി. മീനു അമ്മയുടെ തുണികൾ മുറിയിൽ വെച്ച ശേഷം മഹിയുടെ തുണികൾ അവന്റെ മുറിയിൽ വെക്കാനായി പോയി. അവന്റെ ബെഡിൽ തുണി വെച്ച് തിരിഞ്ഞ് അവൾ കണ്ടത് ഡോറടിച്ച് ഡോറിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന മഹിയെയാണ്. അവൾ ആകെ പെട്ട അവസ്ഥയിലായി. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുമെന്ന ചിന്തയിലായിരുന്നു അവൾ. അതെ, ആ തുണികളൊക്കെ ഒന്ന് മടക്കി അലമാരയിൽ വെച്ചിരുന്നില്ലേ? വലിയ ഉപകാരാനെ. കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പൊ സ്വയം ചെയ്യാം. ഓഹോ, അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെയാ. എന്നാലേ ഈ തുണികൾ മടക്കി വെച്ചിട്ട് മീനാക്ഷി തമ്പുരാട്ടി ഇവിടുന്ന് പോവും. ദേ മയ്യേട്ടാ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട് കേട്ടോ. ഡോർ തുറന്നേ. എന്താ വിളിച്ചേ? അത് പിന്നെ ഒന്നുകൂടെ വിളിക്കടി. ഇല്ല, മാറിക്കേ. സൗകര്യമില്ല. പ്ലീസ് മയ്യേട്ടാ. മാറണോ? എന്നാലേ എന്നെ കെട്ടിപ്പിടിച്ച് കവിളിലൊരുമ്പത എന്നാ ഞാൻ വിടാം. അയ്യേ, എന്താ അയ്യേന്ന്? എന്നാലും തരേണ്ടതല്ലേ? അയ്യടാ, ഇത് ആര് പറഞ്ഞു? ഇനി ആരെങ്കിലും പറയണോ? വേണം. ആര്? എന്റെ മനസ്സ്.
അതെന്താ പറയുന്നതെന്ന് എനിക്കറിയാം. എന്താ? ഈ മാഷിനെ സഹിക്കാൻ തയ്യാറാണെന്ന്. പിന്നെ എന്താ ഡൗട്ടുണ്ടോ? എന്നാ ഇപ്പൊ മാറ്റിയെടുക്കാം. അവൻ മെല്ലെ അവൾക്കടുത്തേക്ക് നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി. ഒടുവിൽ ബെഡിൽ തട്ടി നിന്നു. അവൻ അവൾക്കടുത്തെത്തി. ധാവണിക്കിടയിലൂടെ അവളുടെ വയറിലൊന്ന് തൊട്ടു. അവളൊന്ന് പിന്നിലേക്ക് ആഞ്ഞു. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്തു. അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഞാൻ എടുത്തോട്ടെ ഈ മാണിക്യത്തെ? മഹിട്ട, അവൾ വിളിച്ചതും അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെയും നാവിനെയും സ്വന്തമാക്കി. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളുടെ അധരങ്ങൾ മോചിപ്പിച്ചു. അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളുടെ നെറുകയിൽ തലോടി. അവളെ തന്നെ മാറോട് ചേർത്ത് നിർത്തി. അവൾ ഇറുകെ പുണർന്നു. ഒരു ഉമ്മതാണോ? ഇല്ല. പ്ലീസ് പ്ലീസ് എന്റെ പൊന്നല്ലേ, പ്ലീസ് ഒരു ഉമ്മ. അവൻ കെഞ്ചെന്ന് കണ്ടിട്ട് അവൾക്ക് കൊടുക്കാതിരിക്കാനായില്ല. അവന്റെ കവിളിലൊരു ഉമ്മ നൽകി. അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്നറിഞ്ഞ മഹി ശാരദാമ്മയോട് കാര്യം പറഞ്ഞു. അമ്മയുടെ കാലുഭേദമായ ഉടൻ അവരുടെ വിവാഹം നടത്തി. ആദ്യ രാത്രി തന്റെ പെണ്ണിനൊപ്പം ഇരിക്കുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു മഹിക്ക്. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ തന്റെ കൈയാൽ തുടച്ചു മാറ്റി അവളെ തന്റെ മാറോട് ചേർക്കുമ്പോൾ ആ നെഞ്ചിലെ സുരക്ഷിതത്വം അവൾ തിരിച്ചറിയുകയായിരുന്നു. ഓരോ ദിവസവും അവന്റെ പ്രണയം അവളെ കൂടുതൽ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. അവർ ഒരു മനസ്സും ഒരു ശരീരവുമായി തീർന്നു. അവരുടെ സ്നേഹം അമ്മയെ സന്തോഷവതിയാക്കി. മൈ അവളെ തുടർന്ന് പഠിപ്പിച്ചു. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി എല്ലാത്തിനും അവൻ കൂടെ നിന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തന്നെ നാട്ടിലെ സ്കൂളിൽ മൈയോടൊപ്പം ഒരു മാതൃകാധ്യാപികയായി ജോലി ചെയ്യുകയാണ് മീനാക്ഷി. അവൾ എന്നത്തെയും പോലെ ഇന്നും ഈ നാടിന് അഭിമാനമാണ്. കാലുകൾക്കിടയിലും വീട്ടിലുമായി അവസാനിക്കുമായിരുന്ന അവളുടെ ജീവിതത്തിലെ മനോഹര വർണ്ണങ്ങൾ നൽകി ചിറക് വിരിച്ച് അവളെ പറക്കാൻ പഠിപ്പിച്ച അവളുടെ ജീവന്റെ ജീവനായ അവളുടെ മാത്രം സ്വന്തമായ മഹിയേട്ടനിലാണ് അവളുടെ സ്വപ്നവും ജീവിതവും സന്തോഷവും എല്ലാമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൾ മഹിയേട്ടന്റെ സ്വന്തം മീനൂട്ടിയായി. അവളുടെ മഹിയേട്ടന്റെ മാറോട് ചേർന്ന് തന്റെ മഹിയേട്ടന്റെ തുടിപ്പിനെ തന്റെ ഉദരത്തിൽ വഹിച്ച് ആ ചൂടുപറ്റി തങ്ങളുടെ പൊന്നോമന ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ ദിവസത്തിനായി ഇരുവരും കാത്തിരിക്കുന്നു.